ഭരിക്കുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ പാർട്ടി ഭരിക്കുമ്പോൾ, ആ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ഏതു തരം കൊലപാതകം, രാഷ്ട്രീയമായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, കണ്ണൂരിൽ ഇപ്പം നടക്കുന്നില്ല, ശരി, സമ്മതിച്ചു, എങ്കിൽ പോലും LDF ഭരിക്കുന്ന സമയത്ത് ഒരു കൊലപാതകം നടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം അങ്ങയുടെ സർക്കാരിനുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടായിരിക്കുമല്ലോ ഈ സർവകക്ഷി യോഗങ്ങളെല്ലാം വിളിച്ചത്, സമാധാന ചർച്ചകൾ നടത്തിയത്. അതിനുശേഷം ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിൽ പ്രതികളാകുന്നവർ CPM അനുഭാവികളോ പ്രവർത്തകരോ ആണെന്ന് അങ്ങയുടെ സർക്കാരിൻ്റെ പോലീസ് തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് അംഗീകരിക്കണ്ടേ? ഇത് അംഗീകരിച്ചിട്ട് ഇതൊന്ന് തിരുത്താനുള്ള ശ്രമം നടത്തണ്ടേ ഷംസീറെ? അല്ല, അതിലൊരു ഹിസ്റ്ററി നോക്കണം. അത് മാർഷൽ ഇപ്പോൾ ജേർണലിസ്റ്റ്, ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണല്ലോ. CPM ഭരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഡെലിബറേറ്റായി കണ്ണൂരിൽ സംഘർഷം ഉണ്ടാക്കും RSS. അവരുടെ ഹിസ്റ്ററി അവരങ്ങനെ നിങ്ങൾ നോക്കണം. ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന് ഒന്നാമത്തെ ദിവസമല്ലേ ഒരു പാവം മനുഷ്യനെ കൊന്നു. എന്തിൻ്റെ ആവശ്യത്തിനാണ് കൊല്ലേണ്ട കാര്യം? എന്തിൻ്റെ ആവശ്യത്തിനാണ് രവീന്ദ്രനെ കൊന്നത്? മോഹൻ എന്ന് പറഞ്ഞൊരു ലോക്കൽ കമ്മിറ്റി മെമ്പർ അതേ ധർമ്മടം കോൺസ്റ്റിറ്റ്യുവൻസിക്ക് നിങ്ങൾ കാണണം, BJP-ക്കാർക്ക് ഉൾപ്പെടെ ലോൺ വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണ്. അത്രയും പച്ചപ്പാവ അയാളെ കൊന്നു കളഞ്ഞു. ധനരാജൻ എന്തിനാണ് കൊന്നത്? ഇപ്പം ഇതിൻ്റെയൊക്കെ എല്ലാത്തിനും ഒരു കാര്യകാരണം ഉണ്ടല്ലോ, ഒരു കോസേഷൻ തിയറി ഉണ്ടല്ലോ, ഒരു കാര്യത്തിനൊരു കാരണമുണ്ട്. ഇങ്ങനെ ഇതിലേക്ക് എത്തിയത് എന്തിനാണ് ധനരാജനെ കൊല്ലേണ്ട കാര്യം? ഇപ്പോൾ ഒടുവിൽ നടന്ന കൊലപാതകം ഞങ്ങൾക്ക് വളരെ ക്ലിയറായി പറയുമ്പോൾ ഒരു ബന്ധമുള്ളതല്ല. എന്നിട്ട് അവരെ പാർട്ടി സംരക്ഷിക്കുന്നില്ല. ആര് പറഞ്ഞത്? നേരത്തെ സിആറും പറഞ്ഞത് കേസിനാൾ വന്ന് നിങ്ങൾ എല്ലാ കേസും തീർച്ചയായിട്ടും അതിനെനിക്ക് വിയോജിപ്പുണ്ട്. അത് മനസ്സിലാക്കണം. സിആറിൻ്റെ വർത്താനം നിങ്ങൾ കേൾക്കണ്ടതിൽ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരും. അതിന് BJP നല്ല രീതിയിൽ സഹകരിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ BJP-ക്കും എല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ BJP പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതിൽ BJP തീരുമാനിച്ചാൽ സമാധാനം ഉണ്ടാവില്ല. കേരളത്തിൽ RSS തീരുമാനിക്കണം, രാഷ്ട്രീയ സ്വയം സേവക് തീരുമാനിക്കണം. ഇവരുടെ പ്രവർത്തന ശൈലി മാറണം. പ്രചാരകന്മാർ വരും എവിടുന്ന്? തിരുവനന്തപുരത്തുള്ള വരെ കണ്ണൂർ വരും, ആടവും കുഴപ്പാക്കിയിട്ട് വേണം മുങ്ങിക്കളി. ഓന് പ്രശ്നമില്ലല്ലോ. ഇവരുടെ ഈ പ്രവർത്തന രീതിയാണ് പലപ്പോഴും സംഘടന ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ കണ്ണൂരിൽ, എൻ്റെ സ്ഥലം തലശ്ശേരി, ഞാൻ അവിടെ തന്നെയുള്ളത്, ഞാൻ എവിടെയും പോകുന്നില്ല. ഇവരെങ്ങനെയാണ്? ഇവരുടെ പ്രചാരകന്മാരെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങും. ഇവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നില്ലേ? ഇനി ഞങ്ങൾ കണ്ണൂരിൽ പ്രചാരകന്മാർ അയക്കുന്ന പരമാവധി കുറക്കാമെന്ന് ഇവരെന്നെ സമ്മതിച്ചല്ലോ. എന്തിനാ? അവിടെ പ്രാപ്തിയുള്ളവരില്ല വെച്ചാണോ? ഇപ്പോൾ സംസ്ഥാന കാര്യവാഹ ഓലോട്ടി മാഷ് കണ്ണൂകാരനാണ്. അപ്പോൾ അവിടെ തന്നെ പറ്റും. ഇവർ ഇങ്ങ് നാളെ മണ്ണിൻ്റെ ഗന്ധമില്ലാത്ത അവിടെ വന്ന് പ്രവർത്തകന്മാർക്ക് ആവേശം കൊടുത്ത്, ശാഖയെ പരിശീലനം കൊടുത്ത്, 10 ആൾ വന്ന് എനിക്കൊരു പ്രശ്നമില്ല, ഓൻ്റെ ഉള്ളിലൊരു തണ്ട് വരെയില്ല, 10 ആളിപ്പം വന്നാൽ എനിക്കൊരു പ്രശ്നമില്ല എന്നങ്ങ് പ്രയോഗിച്ച് കളയാം. ഈ ഒരു സ്റ്റൈലി മാറിയാൽ മാത്രമേ നാട്ടിൽ സമാധാനം ഉണ്ടാകും. കണ്ണൂരിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാം പാർട്ടിയിലെ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെ ശരിക്കും നടക്കുന്നത് അഹങ്കാരത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. സുരേഷ്, അങ്ങയുടെ പ്രസംഗമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വേറൊരു പോലീസ് കേസായി മാറിയത്. തൊട്ട തലകളും കരങ്ങളും തേടി പോവുക തന്നെ ചെയ്യുമെന്നൊക്കെയുള്ള പ്രസംഗം. ഒരുപക്ഷെ അത് പ്രവർത്തകർക്കിടയിൽ നിന്ന് പ്രസംഗിക്കുന്നതാകാം. ഇത്തരം പ്രസംഗങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ അങ്ങേപ്പോലെ രാഷ്ട്രീയ നേതാക്കൾ ശ്രദ്ധിച്ചിട്ടില്ല. അതിൽ CPM മോശമൊന്നുമല്ല. ഷംസീർ ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്ന 18 RSSകാരെ കൊന്നതിൻ്റെ പേരുകളൊന്നും പറഞ്ഞില്ല. കർണാടകയിൽ ഒരു ഗുൽബർഗ് മരിച്ചതും അതോടൊപ്പം ആസാമിൽ ആരോ മരിച്ചതും ഒക്കെയാണ് പറഞ്ഞത്. ഇതെല്ലാം RSSകാർ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിലൊന്നും ഒരു RSSകാരെയും പിടിച്ചിട്ടില്ല. അവിടെയൊക്കെ ഭരിക്കുന്നതും കർണാടകയിൽ ഇതൊക്കെ മരിക്കുന്ന സമയത്ത് ഭരിക്കുന്നതും BJP അല്ല, അവിടെ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അതൊക്കെ രമേശ് ചെന്നിത്തലയോട് സോണിയാഗാന്ധിയോടും സൗഹൃദഭാവേന യെച്ചൂരിക്ക് പറയാവുന്ന കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ ഞങ്ങൾക്കും പറയാനുണ്ട് എന്നിടത്ത് ഷംസീർ പറയുന്നത്. ഇതിനൊന്നും ഉത്തരം തന്നെ അർഹിക്കുന്നില്ല. കാരണം ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും മരിച്ചാൽ അതെല്ലാം RSSൻ്റെ പുറത്ത് ചാരുന്നത് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു എസ്കേപ്പിസമാണ്. ഈ എസ്കേപ്പിസത്തിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത്, നിങ്ങളിവിടെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുക, നിങ്ങളിവിടെ ആൾക്കാരെ ദൈനംദിനം എന്ന നിലയിൽ ആരെങ്കിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊന്നാലേ രക്ഷയുള്ളൂ. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഭരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്, ആ നാട്ടിനോട് ഉത്തരവാദിത്വമുണ്ട്. ഒരു എന്താ പറയുക, എലുമ്പ് പാർട്ടിയാണെങ്കിൽ 3 പേരുള്ള പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിക്ക് അവിടെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അവരുടെ ഓഫീസുകൾ അവിടെ നിലനിൽക്കുന്നു. ഇത് ഞങ്ങളുടെ വിശാലമായ കാഴ്ചപ്പാടാണ്, സഹിഷ്ണുതയാണ്, ഞങ്ങളുടെ മര്യാദയാണ്, ഞങ്ങളുടെ സംസ്കാരമാണ് എന്ന് പറയുന്നത് അഹങ്കാരമാണോ? അങ്ങനെ മനസ്സിലാക്കുന്ന മാർക്സിസ്റ്റുകാർ ഈ കേരളം ഭരിക്കുന്നുണ്ടല്ലേ, ഈ കേരളം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. സാറ് പറഞ്ഞതായാലും MLA പറഞ്ഞതായാലും നിങ്ങൾ തമ്മിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്, ഇത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വാദപ്രതിവാദങ്ങൾ തന്നെ കൊന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുക തന്നെയാണ്. ജയിപ്പിച്ച് വിടുന്നത് ഈ പറഞ്ഞ ജനങ്ങളാണ്. ജനങ്ങളെ തമ്മിൽ കൊല്ലുന്നൊരു ഇടപാടാണ് ഇപ്പോൾ മൊത്തത്തിൽ നടക്കുന്നത്.
ഈ ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയ എന്നൊരു പേര് നമ്മുടെ നാടിനൊരു കളങ്കമാകും എന്ന് വക്കീൽ പറയുമ്പോഴും ഓരോ തവണ എടുത്തെടുത്ത് പറയുമ്പോഴും പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈ കൊലപാതകങ്ങൾ, ഈ പറഞ്ഞ പ്രശ്നത്തിന് കാരണമായ കൊലപാതകങ്ങൾ ഞങ്ങളല്ല നിങ്ങളാണ് അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ ആ ഒരു കളങ്കം അത് ഉണ്ടാവാതിരിക്കാനായിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു ചർച്ചയല്ല. ഒരു രാഷ്ട്രീയ സാക്ഷരത നമുക്ക് വളരെയധികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ നാളെ മറ്റവർ സംരക്ഷിക്കുമെന്നുള്ള ഭയമുണ്ടാകുന്നു, അതുകൊണ്ട് ഇവരിത് ചെയ്യുന്നു എന്നല്ല. ഇതിനൊരു സൊല്യൂഷൻ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ട ഒരു സൊല്യൂഷൻ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരേണ്ടതില്ലേ CRA? തീർച്ചയായിട്ടും രാഷ്ട്രീയമായി നേരിടാൻ രണ്ടു പേർക്കും പരസ്പരം കഴിയാതായിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് പോകുന്നത്. രാഷ്ട്രീയമായാണ് നിങ്ങൾക്ക് സംവാദം നടത്തുന്നതെങ്കിൽ അത് നിയമപരമാവാം, സംവാദത്തിലൂടെ ആവാം, മറ്റു പല രീതിയിലും ആവാം. അത് നടത്താൻ RSSനും കഴിയില്ല. RSSന് കേരളത്തിൽ വേരുണ്ടാക്കണമെങ്കിൽ അക്രമം ഉണ്ടായേ പറ്റൂ. അതവർ ചെയ്യും. അതിന് ആ ട്രാപ്പിൽ ഞാൻ അത് തന്നെയാണ് ആദ്യം പറഞ്ഞത്. ആവശ്യമില്ല, അത് താങ്കളുടെയൊക്കെ തെറ്റിദ്ധാരണ. അല്ല, അത് ഞാനിപ്പോൾ പറയണില്ല, അതെനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. എനിക്ക് കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ പല സ്ഥലത്തും വർഗീയ കലാപങ്ങളും അതുപോലെ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് RSS BJP വളരണത്. പ്രശ്നം അതല്ല, പ്രശ്നം വളരെ ലളിതമാണ്. ഇത് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് രാഷ്ട്രീയ കൊലപാതകങ്ങളല്ല. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആളുകളെ വെച്ച് നടത്തുന്ന കൊലപാതകമായതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയം കൊലപാതകത്തിന് അപ്പുറത്താണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയം വേറൊരു സാധനമാണ്. ആ ചർച്ചകൾ, ആ സംവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല, പ്രത്യേകിച്ചും കണ്ണൂർ. ആ സംവാദങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം 80 വർഷം കഴിഞ്ഞ പാർട്ടിയാണ് കേരളത്തിൽ CPM CPI അടക്കം. ആ പാർട്ടിക്ക് പോലും ഇത് ജനങ്ങളെ, തങ്ങളുടെ അണികളെ നിർത്താൻ കഴിയുന്നില്ല. അതൊരു പരാജയം, രാഷ്ട്രീയ പരാജയമാണ്. അവിടെയാണ് തിരുത്തൽ വേണ്ടത്. കേരളത്തിലെ അവസ്ഥയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരു രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട്. എന്നിട്ട് ഇവർ പൊതുവേദികളിലും ഇതുപോലെ ചർച്ചകളിലും വന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങളെ പരസ്പരം ന്യായീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. BJP നേരത്തെ BJPയുടെ പ്രതിനിധി ഇവിടെ ആദ്യം വന്ന് സംസാരിച്ചത് കേട്ടപ്പോൾ BJPയുടെ പ്രവർത്തകരെല്ലാം വായിൽ വിരലിട്ടാൽ കടിക്കാത്തവരെന്നാണ്, അങ്ങനത്തെ ഒരു പ്രതിനിധിയാണ് നമുക്ക് ആദ്യം തോന്നാറ്. പക്ഷേ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും രാജ്യത്തെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയ കൊലപാതകം തന്നെ, ആര് മരിച്ചാലും അല്ലെങ്കിൽ ജീവൻ പോയാൽ അത് കൊലപാതകം തന്നെയാണ്, അല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞാൽ അത് കൊലപാതകം തന്നെയാണ്. അങ്ങനെ കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയും തന്നെ കൊലപാതകം നടക്കുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ ആവശ്യമാണ് കണ്ണൂരിൽ ഒരു അസ്വസ്ഥത നിലനിൽക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അനാലിസിസിൽ എനിക്ക് മനസ്സിലാവും. കാരണം കേരളം ഭരിക്കുന്നത് CPM ആണ്. കേരളം ഭരിക്കുന്ന ആളുകൾ കൊലയാളികൾക്ക് കൂട്ടുനിൽക്കുന്നു, സംരക്ഷിക്കുന്നു, സഹായിക്കുന്നു എന്ന് പറയുന്ന വസ്തുത ശരിയോ തെറ്റോ വേറൊരു വശം. പക്ഷേ ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും, അതായത് CPM നടത്തുന്ന ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും ഇന്ത്യ മുഴുവൻ ചർച്ചയാക്കി മാറ്റാനും ദേശീയ നേതാക്കളെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരെ ഓരോ ഇഷ്യൂവിലും കേരളത്തിലെത്തിക്കാനും BJP ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ചടങ്ങുകളുടെ ഭാഗമായിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി വരെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി വരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിക്ക് CPM നടത്തുന്ന ഓരോ കൊലപാതകങ്ങളെയും അല്ലെങ്കിൽ CPM പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ കൊലപാതകങ്ങളെയും മാറ്റാൻ ഈ കേന്ദ്രത്തിൽ BJP വന്നതിന് ശേഷം ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആംഗിളിൽ വേണം ഇപ്പോൾ BJP ഉയർത്തിയിരിക്കുന്ന ഈ കേന്ദ്ര അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന ആ ആവശ്യത്തെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അതായത് അതിന് വേണ്ടുന്ന കളമൊരുക്കി, അതിന് വേണ്ടുന്ന സാഹചര്യമുണ്ടാക്കി ആ നിയമത്തെ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ BJPക്ക് ഒരു രഹസ്യ അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ടുന്ന രീതിക്കാണ് മറ്റു വിഷയങ്ങളെല്ലാം തന്നെ പോകുന്നത്. അത് എന്തുകൊണ്ടോ CPM നേതൃത്വം മനസ്സിലായിട്ടില്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ എൻ്റെ മാത്രം ഒരു തോന്നലാവാം. ഞാൻ ഇവർ രാഷ്ട്രീയത്തിലും ഈ വ്യക്തമായി പ്രവർത്തിക്കുന്ന ആളല്ല. എന്തെങ്കിലും തരം ബന്ധമുണ്ടെങ്കിൽ അത് CPMൻ്റെ സംഘടനയായ ഐലുവായിട്ടാണ്. അല്ലാതെ എനിക്ക് മറ്റ് വേറെ യാതൊരു രാഷ്ട്രീയ പാർട്ടിയിലെയും പ്രവർത്തകനല്ല. ഒരു അഭിഭാഷക സംഘടനയെന്നുള്ള നിലയിൽ ഞാനതിൽ അംഗമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കാണുമ്പോൾ ഞാനൊന്ന് ചിന്തിക്കാറുണ്ട്. എൻ്റെ ചിന്ത എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് കണ്ണൂരിലെ അസ്വസ്ഥതകൾ നിലനിർത്തുകയും അത് വളർത്തുകയും ഈ പറഞ്ഞ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന സംഗതി കേരളത്തിൽ കണ്ണൂർ പ്രയോഗിക്കാൻ വേണ്ടുന്ന സാഹചര്യം ഒരുക്കിയെടുക്കാനും വേണ്ടുന്ന എന്തെങ്കിലും ഒരു തരം ഗൂഢാലോചനയുണ്ടോ എന്ന്
കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം പരിശോധിക്കണം. സർ, കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണൂരിലെ ചില ഏരിയകളിൽ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കൊല നടന്നു, ഇപ്പോൾ ആറ്റിങ്ങൽ ഒരു കൊല നടന്നു കഴിഞ്ഞാൽ ബാക്കി നാടുകളിൽ തിരുവനന്തപുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ ഒരു 10-20 വയസ്സുള്ള ഒരു പയ്യൻ പറഞ്ഞാണ്, എന്നെ നീ തൊട്ട് കഴിഞ്ഞാൽ 4 ദിവസത്തിനുള്ളിൽ എൻ്റെ നാട്ടിൽ നാളോ നിങ്ങളെ തീർക്കുന്നു. ഒരു യുവതലമുറ വളർന്നു വരുന്നുണ്ട് സാർ. അപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കൊണ്ടാണ് വളർന്നു വരുന്നത്. അതായത് എൻ്റെ നാട്ടിൽ അക്രമം നടക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് ആയുധങ്ങളുണ്ട്, ബോംബുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു യുവതലമുറ ഇത് കണ്ടല്ലേ സാർ വളരുന്നത്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, കൊല ചെയ്യുമ്പോൾ, അപ്പോൾ അവർക്കതൊരു എന്തായാലും ഒരു ബാഡ് മോട്ടിവേഷനാണ് നൽകുന്നത്. ഒരു രാഷ്ട്രീയ സാക്ഷരത അണികൾക്ക് നൽകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായാൽ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയിൽ ഈ ചർച്ച ഇന്ന് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണാം. നമസ്കാരം.